ഇത് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമാണ്. എൻ്റെ ഏച്ചിയേട്ടനെല്ലാം രാത്രിക്കാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടാകുമ്പോൾ എൻ്റെ പിള്ളേരെല്ലാം ഒരു സെറ്റ് കളിക്കാനെല്ലാം തുടങ്ങി. പിന്നെ ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോയി. അഗിയേട്ടൻ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായി വരുമ്പം അപ്പവും സ്റ്റൂ ആക്കി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ ആക്കിയത്. പക്ഷേ അടിപൊളിയായിരുന്നു. സ്റ്റൂ നല്ല സൂപ്പറായിന്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എല്ലാവരും ഇരുന്നിട്ട് നമ്മളെല്ലാവരും കുറേ സമയം ഫുഡെല്ലാം കഴിച്ചു, സൊറയെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നേരെ നമ്മൊന്ന് പുറത്ത് പോകാമെന്ന് പ്ലാനാക്കി. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഒരു ഡ്രൈവ് പോവാം, രാവിലെ മുതലേ പണിയെടുക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിള്ളേരെല്ലാം പറക്കി കൂട്ടിയിട്ട് നമ്മൾ നേരെ വിട്ടുട്ടാ. ഒരു ലക്ഷ്യമില്ലാണ്ടാണ് പോയത്. എവിടെ പോകണം എന്നൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ വണ്ടി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ച്. പക്ഷെ പോയിട്ട് നമ്മൾ നേരെ എത്തിയതും നമ്മൾ പാർച്ച് അങ്ങനെയുള്ള ആ ഒരു ഫുഡ് സ്പോട്ടില്ലേ, ആടെയാണ് പോയത്. ആടെ പോയി പിന്നെ എന്തെങ്കിലും തിന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാ മെനു ഇട്ട് തപ്പിപ്പറക്കിയിട്ട് എല്ലാത്തിനും ഓരോന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത്. പിള്ളേർക്ക് ഈ ഡോണറ്റാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് അടിപൊളി ഡോണറ്റായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആര്യൻ്റെത് പകുതി ഞാൻ തന്നെ തിന്നത്. പിന്നെ എന്തോ ഒരു കോഫ്ത, ചിക്കൻ കോഫ്ത അങ്ങനെ എന്തോ ഒരു സാധനം. പക്ഷേ ഈ ഡോണറ്റ് സൂപ്പറായിരുന്നു. എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോണറ്റാണ്. പിന്നെ പാർച്ചിൻ്റെ സിഗ്നേച്ചറായ ഡൈനമൈറ്റ് മൊമോസ്, അത് ഈ കളി കാണുന്നത് വായു പൊള്ളിയിട്ടാണ്. ഒരു ആക്രാന്തം മുതിരി വായിലിട്ടാണ്, പക്ഷേ വായു പൊള്ളിപ്പോയി. പക്ഷേ സൂപ്പറായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വിട്ടിട്ടോ വീട്ടിലേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ചെറുക്കളത്ത് ഇങ്ങനത്തെ ഉപ്പിലിട്ട മാങ്ങ അതെല്ലാം കിട്ടുന്നത് കുറേ കാലമായി ഞാൻ നോക്കി വെച്ചിട്ട്. അങ്ങനെ ആടുന്നത് ഓരോന്ന് മേടിച്ച് അതെല്ലാം നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് അങ്ങനെ ഒരു വിഷു അടിപൊളിയാക്കി.